നമസ്കാരം. പലരും എന്നെ വിളിച്ച് പറയുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സംശയം, ഇപ്പൊ ഞാൻ എന്റെ മെസ്സേജിലൊക്കെ പറയുന്നു, സൃഷ്ടാവ ദൈവമാണ് ഏറ്റവും നമുക്ക് പ്രഥമ സ്ഥാനം, അല്ലെങ്കിൽ ആ ദൈവമായിരിക്കണം നമുക്ക് നമ്പർ 1. രണ്ടാം സ്ഥാനത്ത് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. മൂന്നാം സ്ഥാനത്ത് മക്കളുണ്ടെങ്കിൽ മക്കൾ. കല്യാണം കഴിഞ്ഞവർക്ക് 4ാം സ്ഥാനമേ സ്വന്തം മാതാപിതാക്കൾ വരികയുള്ളൂ. ഇത് വ്യവസ്ഥയാണ്, പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ തെറ്റുമ്പോൾ അതിന്റേതായ ഫലങ്ങൾ വീട്ടിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അത് സംഭവിച്ചിരിക്കും. ഇപ്പൊ മിക്ക കുടുംബങ്ങളിലും കല്യാണം കഴിഞ്ഞാലും ഈ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിന് സ്വന്തം വീട്ടുകാരുടെ അടുത്തായിരിക്കും അറ്റാച്ച്മെന്റ് കൂടുതൽ. അങ്ങനെ വരുമ്പോൾ അതിന്റേതായ ഫലം കുടുംബജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ശരിക്കും ഞാൻ ഈ പറയുന്ന വ്യവസ്ഥ പ്രകാരം പോയാൽ മാത്രമേ ആ ഒരു ഭാഗം ഓക്കെ ആവുള്ളൂ. ഇതുകൊണ്ട് കുടുംബജീവിതം ഫുൾ അങ്ങ് സക്സസ് ആവുന്നല്ല. ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ പോകണമെങ്കിൽ അതിന്റേതായ പല പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരേപോലെ ക്ലിയറായി വന്നാലേ ഫുൾ ഓക്കെ ആയി പോവുള്ളൂ. ഇതിലൊരു പ്രധാന കാര്യമാണ് ഈ ഒരു വ്യവസ്ഥയുടെ തെറ്റിപ്പോകുന്ന ഒരു കുഴപ്പം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് പാലിച്ചു പോകുന്ന അല്ലെങ്കിൽ പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സൃഷ്ടാവാൻ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നു. 2ാം സ്ഥാനത്ത് ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ കല്യാണം കഴിയാത്തവരാണെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ. കല്യാണം കഴിയാത്തവർക്ക് 2ാം സ്ഥാനം മാതാപിതാക്കളായിട്ട് വരും. അപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ നമ്മൾ 2ാം സ്ഥാനത്തിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ളവർ, മക്കളാണെങ്കിൽ മക്കൾ, ഇല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ആരാണ് നമ്മുടെ കൂടെയുള്ളവർ, അവർക്ക് നമ്മൾ അടുത്ത സ്ഥാനം കൊടുക്കണം. ഏറ്റവും ഹൈ ദൈവത്തിന് പോയി, പക്ഷെ എങ്കിലും അടുത്ത സ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പൊ അവരെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്നും അനാവശ്യമായ ഹറാസ്മെന്റ്, നമ്മളുള്ള കുറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ നമ്മുടെ ചില ആഗ്രഹങ്ങളെ പൂർണ്ണമായി അവഗണിക്കൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് മാനസികമായി ഭയങ്കരമായി വിഷമം വരില്ലേ, നമുക്ക് നിരാശ വരില്ലേ, നമുക്ക് അവരുടെ ദേഷ്യം വരില്ലേ, ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ദേഷ്യം കാരണം വയലന്റ് ആയി പോകുന്നു. നിയമങ്ങളെല്ലാം കുറച്ച് നേരത്തേക്ക് മറന്ന് അനാവശ്യങ്ങളൊക്കെ വായിൽ നിന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് ആത്മീയമായിട്ട് അങ്ങോട്ട് വളരാൻ കഴിയുന്നില്ല എന്നൊക്കെ പരാതികളുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് പരിഹാരം? ഇതിന്റെ പരിഹാരങ്ങൾ പല പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ആത്മീയമായി വളർന്ന ഒരു ആത്മാവിന് നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുച്ഛിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങനെ വയലൻസിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഹറാസ്മെന്റോ അല്ലെങ്കിൽ നിരാശയൊന്നും വരില്ല. പക്ഷെ അത് വളർന്നു വന്നാലേ ഇത് പറ്റൂളെ, പാടാണ്. ശ്രമിച്ച് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തണം. ആദ്യം ഇളകിപ്പോവും, വയലന്റ് ആയി പോവും, നിയന്ത്രണം വിട്ടുപോകും. അപ്പൊ പിന്നെ അത് ഓർത്ത് പിന്നെ നിയന്ത്രിച്ച് അങ്ങനെ ദിവസങ്ങൾ കൊണ്ടോ ചില മാസങ്ങൾ കൊണ്ടോ എത്രയാണോ നമ്മുടെ മനസ്സിന്റെ ആ ഒരു പരാജയ മേഖല, അത് കാഠിന്യം അനുസരിച്ച് നാളുകൾ എത്ര വേണോ നീണ്ടു പോവാം. പക്ഷെ ശ്രമത്തിലൂടെ മാത്രമേ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു ഭാഗം. അപ്പൊ നമ്മളത് ആത്മീയമായി വളർന്നൊരു വ്യക്തിക്ക് കൂടെയുള്ളവരിൽ നിന്ന് റിജക്ഷനും ഹറാസ്മെന്റ് കേട്ടാലും നമുക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും വരും. ചെറിയൊരു ഇത് വരും, മനുഷ്യനല്ലേ. പക്ഷെ അതങ്ങോട്ട് ഈ പറയുന്നത് പോലെ നിയന്ത്രണം വിട്ടുപോകുന്ന ലെവലിലേക്കൊന്നും വരില്ല. വരാത്ത ലെവൽ നമ്മൾ തന്നെ നമ്മുടെ ആത്മാവായി നമ്മൾ വളർന്നു വരുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു പക്വത വന്നിരിക്കും. അതൊരു ഭാഗം. മറുഭാഗത്ത് ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നു സ്വന്തം വീട്ടുകാരെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ, അല്ലെങ്കിൽ അത്ര സ്നേഹിക്കുന്ന മക്കൾ. പ്രഥമ സ്ഥാനം ദൈവത്തിനാണ്, അത് ഓക്കെ. 2ാം സ്ഥാനം ഉണ്ടല്ലോ. അപ്പൊ അവരിൽ നിന്ന് നമ്മുടെ ചില ആഗ്രഹങ്ങൾ സാധിച്ചു തരാതെയും ചില നമ്മളെ പുച്ഛിക്കുകയും, പ്രധാനപ്പെട്ട് പലരും പറയുന്നത് ദൈവിക കാര്യങ്ങൾ പറയുമ്പോൾ പുച്ഛിക്കുകയും കുത്തുവർത്താനം പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കും. കാരണം അവർക്ക് നമ്മൾ അല്ലെങ്കിൽ എന്റെ മെസ്സേജ് കേട്ട് വളർന്നു വരുന്ന ആ ഒരു ലെവലിൽ അവർക്ക് ഒട്ടും എത്തിക്കാണൂല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് പുച്ഛം വരും, അല്ല മാറ്റമൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമം വരില്ലേ? അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ മനസ്സിനെ പക്വതപ്പെടുത്തി നമ്മൾ തന്നെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ചില അവസരങ്ങളിൽ ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് സാധിച്ചു തരാതെ കൂടുതലും സ്ത്രീകൾക്ക് ഭർത്താവ് റിജക്ട് ചെയ്ത് കളയും. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഭയങ്കരമായ നിരാശയും ദേഷ്യവും ഒക്കെ വരും. കാരണം നമ്മൾ അത്രയും സ്നേഹിക്കുകയില്ലേ. അവിടെ നിങ്ങളൊരു മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രകൃതിയുടെ വ്യവസ്ഥകളുണ്ട് ഒരുപാട്. അപ്പൊ ഇത് ഭർത്താവ് ചിലപ്പോൾ നമ്മളെ റിജക്ട് ചെയ്യുന്നതായിരിക്കില്ല, അല്ലെ ഭർത്താവ് നമുക്ക് ആഗ്രഹം സാധിച്ചു തരാത്തതായിരിക്കില്ല. നമ്മുടെ ആത്മാവ് തന്നെ നമ്മുടെ ഈ ആഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഭർത്താവിലൂടെ അത് ബ്ലോക്ക് ചെയ്യും. കാരണം ഈ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ചിലർക്ക് അങ്ങനെയും വരുന്നുണ്ടേ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ആഗ്രഹിക്കുന്നു,
കാര്യമായി ഭർത്താവിനോട് പറയുന്നു, അല്ലെങ്കിൽ ഭാര്യയോട് പറയുന്നു, ഭാര്യ പറയാൻ എന്റെ ആവശ്യമില്ല എന്ന് വേണോ വേണ്ട, അല്ലെ ഉഴപ്പിക്കളയുന്നു. ഇപ്പൊ നമുക്ക് വിട്ട ദേഷ്യം വരും. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത് ഇത് നമ്മുടെ ആത്മാവിന് ഇഷ്ടം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അത് തിരിച്ചറിയാനാണ് ഞാൻ ഈ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്ന റിജക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സാഹചര്യത്താൽ അത് ബ്ലോക്ക് ആകുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. അപ്പൊ ഈ റിജക്ഷൻ വരുന്ന പല കാര്യങ്ങളും, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂട്യൂബിൽ തന്നെ ഒരു സ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട്. ജസ്റ്റ് പറഞ്ഞു പോയതാണ്. അയാളുടെ വൈഫിന്, ആ സ്വാമിയുടെ വൈഫിന് മുടി ഒട്ടും ഇല്ലാത്തത് കാരണം തിരുപ്പൻ, വെപ്പ് മുടി, ആർട്ടിഫിഷ്യൽ മുടി തൽക്കാലം തിരികെ വെച്ച് പോകണം എന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആ സ്വാമി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഇത് ജസ്റ്റ് പറഞ്ഞു പോയതാണ്. പക്ഷെ ഇതിൽ വലിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വേറൊരാളുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പിന്നിലുള്ള കുഴപ്പങ്ങളൊക്കെ ഞാൻ പിന്നീട് മെസ്സേജിൽ പറയും. അപ്പൊ ഈ ആഗ്രഹം ശരിക്കും നമ്മുടെ ആത്മാവിന് ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം വരില്ല. കാരണം നമ്മൾ ആത്മാവിന് ഒരിക്കലും മറ്റൊരാളുടെ സാധനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഇതൊന്നും ശരീരത്തിൽ വെച്ച് ശരീരത്തെ ഭംഗിയാക്കുന്ന പരിപാടി നമ്മുടെ ആത്മാവിന് താല്പര്യം ഇല്ല. ആത്മയെ വളർന്ന ഒരു ആത്മാവിന് താല്പര്യമില്ല, അത് നടക്കുകയില്ല. അപ്പൊ ഭർത്താവ് അത് റിജക്റ്റ് ചെയ്യുന്നു. അപ്പൊ ഭാര്യയ്ക്ക് പെട്ടെന്ന് അത് കേട്ട് ഭയങ്കരമായി വിഷമം വരേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷെ ഭാര്യയ്ക്ക് വിഷമം വരും. കാരണം ആഗ്രഹിച്ചു പോയ കാര്യമാണ്. പക്ഷെ പ്രകൃതിക്ക് വിരുദ്ധം അല്ലെങ്കിൽ ആത്മാവിന് വിരുദ്ധമായ കാര്യമാണെന്നുള്ളത് ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിക്കോ തിരിച്ചറിയാത്തത് കാരണം ഈ ഭർത്താവിനോട് ദേഷ്യമോ വിഷമോ വൈരാഗ്യമോ സംഭവിക്കാം. പക്ഷെ ഇവിടെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് തന്നെയായിരിക്കും നമ്മൾ ഈ ആഗ്രഹത്തെ മാതാപിതാക്കളിലൂടെയോ ഭർത്താവിലൂടെയോ അല്ലെങ്കിൽ മക്കളിലൂടെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ആത്മാവ് തന്നെയായിരിക്കും. ഈ സത്യം കൂടി തിരിച്ചറിയണം. ഇനി പിന്നെ വരുന്ന ചില തടസ്സങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ആത്മീയമായി കുറച്ച് പക്വത അല്ലെങ്കിൽ പാകപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലോട്ടൊന്നും വലിയ ആഗ്രഹങ്ങളോ ഒന്നും വരില്ല. ആഗ്രഹം വരും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സ്വഭാവം, ഒരു അടിസ്ഥാന സ്വഭാവം ഇങ്ങനെയായിരിക്കും. ഒരാഗ്രഹമുണ്ട്, നടന്നാൽ കൊള്ളാം, നടന്നില്ലേലും ഓക്കെ. അല്ലാതെ നടന്നില്ല എന്ന് പറഞ്ഞൊരു വിഷമമോ നടന്നാൽ ഭയങ്കരമായ സന്തോഷമോ അങ്ങനെയൊന്നും നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ നമുക്കത് വരില്ല. വരാത്ത ലെവലിൽ നമ്മൾ പക്വതപ്പെട്ടു വരും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പക്വത എന്ന് പറയുന്നത്, നമുക്ക് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല, സാധിക്കുന്നില്ല. പക്ഷെ കാരണം നമുക്ക് അത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ദേഷ്യമോ വിഷമോ ഒക്കെ വന്നാൽ പോലും നമ്മളതിനെ നിയന്ത്രിച്ച് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞ രീതി. രണ്ടാമത്, കുറച്ചുകൂടെ ആത്മീയമായി വളർന്നൊരു വ്യക്തിക്ക് ഈ ഒരു മനസ്സ് വരും. ഇത് കിട്ടിയാലും നല്ലത്, കിട്ടിയില്ലേലും നല്ലത്. ദൈവം പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. ഇങ്ങനെ വരുമ്പോൾ ഒന്നിനോടും അധികമായിട്ട് ഇത് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ കിട്ടണം എന്ന ആഗ്രഹം വരൂല. ആഗ്രഹം വരുവേ, എല്ലാവർക്കും വരും. പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് മാറൂല. ഇങ്ങനെ മനസ്സ് പാകപ്പെട്ട് അതും വരും. ഇനി മറ്റു ചില തടസ്സങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഇതൊരു ആവശ്യമാണ്, ഇത് ആത്മീയമായി അല്ലെങ്കിൽ പ്രകൃതി വ്യവസ്ഥ അനുസരിച്ച് ഇത് ശരിയാണ്, 100% ഇതിങ്ങനെ വേണം, അത് നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് അതിന്റെ ആവശ്യമോടെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ മക്കളോ ഇതിന് സമ്മതിക്കുന്നില്ല, റിജക്ട് ചെയ്യുന്നു. അങ്ങനെ പറ്റൂല എന്ന് കടുംപിടുത്തം പിടിക്കുമ്പോൾ പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം ഇത് ആവശ്യമുള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ ഇത് ദൈവികമായ ഒരു നിയമമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് അത്രയും ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ തടസ്സം വരികയാണ്. നമുക്കത് ഈ കുടുംബത്തിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലോ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നെഗറ്റീവ് ശക്തികളുടെ ബ്ലോക്കാണ്. അത് നെഗറ്റീവ്സ് ആണ് അവിടെ തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിരാശയും വിഷമവും വരും, ഇല്ലെന്നല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറ്റും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ കൂടെയുള്ള വീട്ടുകാർ ആരായാലും അവർക്കും ബോധം വരണം, അവരും നേരായ മാർഗത്തിലേക്ക് വരണം. കാരണം നമ്മുടെ ഈ ആവശ്യം നേരായ മാർഗമാണ്, കറക്റ്റ് കാര്യമാണ്. പക്ഷെ മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു മാറ്റങ്ങൾ വരണം, അവരും നേരായ മാർഗത്തിൽ വരണം എന്ന് ശക്തമായി പ്രാർത്ഥിച്ചാൽ അവരും പതുക്കെ ദൈവിക മാർഗത്തിലെത്തും. ഇന്നത് ബ്ലോക്ക് ആയെങ്കിലും അടുത്ത വേറൊരു വിഷയമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചിലപ്പം ഒരു ബ്ലോക്കും ഇല്ലാതെ മുന്നോട്ട് പോകും. നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവത്തെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന അദൃശ്യ ശക്തികൾ അവരിലുള്ള നെഗറ്റീവ് ശക്തികളെ മാറ്റി ദൈവികമായി അവരെയും ക്ലിയർ ആക്കി തരണം എന്ന രീതിയിലൊക്കെ നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അത് ഭർത്താവായാലും ഭാര്യയായാലും ആരായാലും, ഞാൻ എന്റെ മുൻ മെസ്സേജിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെ സഹകരിച്ച് നിൽക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ 100% പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കൂടി ബ്ലോക്കാവും, നമുക്കത് വിഷമമായി മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയും ചില കാര്യങ്ങൾ തടസ്സം വരും. ഇവിടെ നമ്മൾ വൈകാരികമായിട്ട് പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടോ എന്നും കാര്യമില്ല. കാരണം അവരുടെ മനസ്സും തലച്ചോറും ഒക്കെ നെഗറ്റീവ് ശക്തികൾ ട്രാപ്പ് ചെയ്ത് ഇതല്ല ശരി, ഇതാണ് ശരി എന്ന രീതിയിൽ മാറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മൾ പറയുന്നത് സാധിച്ചു തരാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ പറ്റാത്തത്. അപ്പൊ അവരുടെ അടുത്ത് തർക്കിച്ചാൽ
അവരിലുള്ള നെഗറ്റീവ് ശക്തി കൂടുതൽ അവരെ പ്രലോഭിപ്പിച്ച് അത് വൻ വിഷയത്തിലോ വഴക്കിലോട്ടോ കൊണ്ടുപോയി നമ്മുടെ ഉള്ള ആത്മീയ വളർച്ചയും മുരടിച്ചു പോകും. കാരണം പിന്നെ നമ്മൾ പിന്നെയും തെറ്റ് ചെയ്യും. ഇത് നെഗറ്റീവ് ശക്തിയിൽ ചെയ്യുന്ന മറ്റൊരു ട്രാപ്പാണ്. നമ്മളെ കൂടി കൂടുതൽ നെഗറ്റീവിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ അതിന് വഴിവെച്ച് കൊടുക്കരുത്. പറഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് ശ്രമിച്ചു നോക്കുക. നടന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥകൾ വെച്ച് മനസ്സിനെ പാകപ്പെടുത്തുക, കളയുക. കാരണം നമ്മൾ വെറുതെ ഭൂമിയിൽ വന്നു, തിരിച്ചു പോകുമ്പോഴും വെറുതെ ആണ് പോകുന്നത്, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന സത്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത ചില കാര്യങ്ങൾ അടുത്തത്.